ഇതിപ്പോ ഓണൊക്കെ ആവുമ്പോ നമ്മൾ തന്നെ ഇരുന്ന് തള്ളിയിട്ട് കീറുന്നില്ല. അപ്പൊ ഇത് ഒരു സെലിബ്രിറ്റി വന്ന് തള്ളണം, പൊങ്ങൂലാന്ന് തോന്നിയിട്ട് ചെയ്യേണ്ട വന്ന സിറ്റുവേഷൻ ഉണ്ടോ? അതിന് ആദ്യം നമ്മുടെ ഇന്നസെന്റിന്റെ ഡയലോഗ് കേൾക്കാം, ഇത് കുറെ കണ്ടതാ, അത് മനസ്സിൽ വരുന്നു. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത ഒരു പാട്ടാണ് ചെയ്തപ്പോ. കുറെ ചില പാട്ടുകൾ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും കേൾക്കുമ്പോൾ നമുക്ക് കരച്ചിൽ വരും. കീരവാണി സാർ ഒരു പാട്ട് പാടിയിട്ടു, വാരിക്കുഴിയിലെ കൊലപാതകം. ഇപ്പത്തെ ജനറേഷനിൽ ആളുകൾ പറയാൻ മടിയാവും തന്ത വൈബ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ട്രാഫിക് എന്ന് പറഞ്ഞ പടത്തിൽ പകലിൽ നിന്നുള്ളൊരു പാട്ടുണ്ട്. അതില് രാജേഷായിട്ട് വ്യക്തമായിട്ടൊരു റെഫറൻസ് വന്നിട്ടുണ്ടായിരുന്നു. പറഞ്ഞ പോലെ ഇപ്പൊ കഥ പറയുമ്പോൾ നന്നായിട്ട് തോന്നും, പക്ഷെ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അത്ര നന്നായിട്ട് വരില്ല. ഒരാള് നീയ ചെയ്യുന്നത്, ഫിറോസ് എന്നുള്ള കഥാപാത്രം നീയ ചെയ്യുന്നത്. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ചിലപ്പോ നല്ല സിനിമ നല്ല DOP അടിപൊളി ചെയ്തിട്ടുണ്ടാവും, നല്ല കട്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ തുടരുമില്ലേ, തുടരും ചെയ്തപ്പോ അങ്ങനെയാണ് ചെയ്തത്. അന്ന് അനിലേട്ടർ എന്നെ കൊണ്ട് മൂകാംബിക്ക് പോയി, നീ ഒരു ബ്രേക്ക് വേണം, നീ വാ. ട്രെയിനിൽ ഫുൾ എനിക്ക് ക്ലാസ് ആയിരുന്നു. നീ എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കേണ്ട കാര്യമില്ല, ഇതിൽ കുറച്ച് കള്ളത്തരങ്ങളൊക്കെ ആവാം, അത്യാവശ്യം വേണമെങ്കിൽ കുറച്ച് കള്ളത്തരങ്ങളൊക്കെ പഠിക്കണം. മ്യൂസിക്കലി ഇന്റർവ്യൂ ആയിട്ട് ഫീൽ ചെയ്തില്ല, വളരെ കാഷ്വലായിട്ട്